നമസ്കാരം. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തലസ്ഥാന നഗരിയിൽ തിരിതെളിഞ്ഞു. ജനുവരി 4-ാം തീയതിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ചടങ്ങുകൾ നടന്നത്. രാവിലെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് പതാക ഉയർത്തിയതിനു ശേഷമാണ് പൊതുപരിപാടികൾ അരങ്ങേറിയത്. കലോത്സവ സ്വാഗതഗാനത്തിന്റെ നൃത്താവിഷ്കാരവും വേദിയിൽ ആവിഷ്കരിച്ചു. കഴിഞ്ഞ ദിവസം 11 മണിയോടെ മത്സരങ്ങൾക്ക് തുടക്കമായത്. മന്ത്രിമാരായ GR അനിൽ, കെ രാജൻ, AK ശശീന്ദ്രൻ, വീണ ജോർജ്, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, മേയർ ആര്യ രാജേന്ദ്രൻ, കളക്ടർ അനുകുമാരി, മറ്റ് MLA-മാർ, MP-മാർ തുടങ്ങിയവരും വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. വിളക്ക് തെളിയിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി കലോത്സവം ഉദ്ഘാടനം ചെയ്തത്. ഇത്തവണത്തെ കലോത്സവം അതിജീവനത്തിന്റെ നേർസാക്ഷ്യമാണെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. കലാമേള നന്മ കൂടി ഉയർത്തുന്നതാകണമെന്നും അദ്ദേഹം പറഞ്ഞു. പലപ്പോഴും കലാമേളയുടെ വേദികൾ കിട മത്സരങ്ങളുടെ കേന്ദ്രമായി മാറുന്നതിനെയും അദ്ദേഹം എടുത്തു പറഞ്ഞു. മനുഷ്യരാശിക്ക് നഷ്ടപ്പെടുന്ന നന്മ കലയിലൂടെ വീണ്ടെടുക്കാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. അതേസമയം മത്സരത്തിൽ വിജയമല്ല പങ്കെടുക്കലാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് മത്സരാർത്ഥികളോട് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. മത്സരാർത്ഥികൾക്ക് ഇപ്പോൾ നൽകുന്ന ഒറ്റത്തവണ സ്കോളർഷിപ്പ് 1500 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് എന്ന കാര്യം പരിഗണനയിലുണ്ടെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ജനുവരി 4 മുതൽ 8 വരെയാണ് തിരുവനന്തപുരത്ത് കലാമേള നടക്കുന്നത്. നഗരത്തിലെ 25 വേദികളിലായി 249 ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കും. ഇത്തവണ 15,000-ഓളം വിദ്യാർത്ഥികളാണ് മത്സരങ്ങളിൽ മാറ്റൊരുക്കുന്നത്. 2016-ന് ശേഷം തിരുവനന്തപുരം വീണ്ടും കലാമാമാങ്കത്തിന് വേദിയാകുന്നു എന്ന പ്രത്യേകത കൂടി ഈ വർഷത്തെ കലോത്സവത്തിനുണ്ട്. ഇരുള നൃത്തം, മലപ്പുലയാട്ടം, പളിയ നൃത്തം, മംഗലം കളി, പണിയ നൃത്തം എന്നിങ്ങനെ കലോത്സവ ചരിത്രത്തിൽ ഇതാദ്യമായി 5 തദ്ദേശീയ കലാരൂപങ്ങൾ കൂടി മത്സര ഇനങ്ങളായി ഉൾപ്പെടുത്തിയ വർഷം കൂടിയാണിത്. മത്സരങ്ങൾ നടക്കുന്ന വേദികൾക്ക് കേരളത്തിലെ പ്രധാന നടികളുടെ പേരുകളാണ് നൽകിയത്. കഴിഞ്ഞ വർഷം നടന്ന കലോത്സവത്തിൽ കണ്ണൂർ ജില്ലയാണ് ജേതാക്കളായത്. കോഴിക്കോടായിരുന്നു റണ്ണർപ്പോൾ ആയത്. ഇത്തവണ വാശിയേറിയ പോരാട്ടം തന്നെ സ്വർണ്ണക്കപ്പിനായി നടക്കുമെന്നാണ് കരുതുന്നത്. വർഷങ്ങൾ നീണ്ട കോഴിക്കോടിന്റെ ആധിപത്യം തകർത്ത കണ്ണൂർ ഇക്കുറി കിരീടം നിലനിർത്താൻ വരുമ്പോൾ തിരിച്ചു പിടിക്കാനായി കോഴിക്കോട് മുന്നിട്ടിറങ്ങും. പാലക്കാട്, തൃശൂരും പിന്നാലെ തന്നെ ഉണ്ടാവും.